ലോർഡ്, കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വചനവുമായ ഒരു വേള കൂടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, ആദരണീയരായ മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ചില നാളുകൾക്ക് ശേഷമായി പിന്നെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഒരു ശുശ്രൂഷ അനേകർക്ക് ആശ്വാസമായി, വിടുതലായി, നന്മയായി തീരുന്നത് ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവവചന ഭാഗത്തേക്ക് നമുക്ക് മറ്റു മുഖവരകളൊന്നും കൂടാതെ കടന്നു വരാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ തിരുവെഴുത്ത് കുറിവാക്യം എന്നവണ്ണം വായിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ആ തിരുവെഴുത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവെഴുത്ത്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഈ അനുഗ്രഹമേറിയ ദൈവവചനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എബ്രായന ലേഖന കർത്താവ് കഴിഞ്ഞ 12 അധ്യായങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് സവിശേഷമായ കാര്യങ്ങൾ ഓരോന്നും വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞ് ഒടുവിലത്തെ അധ്യായമായ 13-ാം അധ്യായത്തിലേക്ക് വന്നെത്തുമ്പോൾ ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒറ്റ വാക്യത്തിൽ വളരെ ആഴമേറിയ ഒരു ദൈവികമായ ആലോചന എന്ന് തന്നെ പറയാം. സ്തോത്രം. അത് മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ഇന്നിൻ്റെ ദൈവമല്ല, ഇന്നലകളുടെ ദൈവമല്ല, നാളുകളുടെ ദൈവമല്ല. ഒന്നിച്ച് യേശു ക്രിസ്തു ഇന്നലകളുടെയും ഇന്നിൻ്റെയും നാളുകളുടെയും ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലഘട്ടം കൊണ്ട് ഒതുക്കപ്പെടുന്നതല്ല യേശു ക്രിസ്തുവിൻ്റെ സവിശേഷത. പൊതുവെ നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്, അനേകം മഹാന്മാരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ കല്ലറകൾ ഒരിക്കലും തുറക്കാതെ വണ്ണം അത് അടച്ച് ഉറപ്പാക്കിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി അത് തുറന്ന് ഇടാൻ കഴിയാത്ത വിധം അടച്ചുറപ്പാക്കിയിരിക്കുമ്പോൾ, അങ്ങനെ ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറഞ്ഞ് അടച്ചുറപ്പാക്കിയ ഒരു കല്ലറയുണ്ട് പാലസ്തീനിൽ. അത് യേശുക്രിസ്തുവിൻ്റെ ആ കല്ലറയെ 3-ാം ദിവസം പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ തുറന്ന് യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ച് പുറത്തു വരുവാനിടയായി. ആ യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അനന്യൻ എന്ന വാക്കിനർത്ഥം മാറ്റമില്ലാത്തവൻ, വ്യത്യാസമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, അബ്രഹാമിന് തേജോവനായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു തന്നോട് ഇടപെട്ടത്? അത് പിന്നത്തേതിൽ മോശയുടെ കാലഘട്ടം, യോശുവയുടെ കാലഘട്ടം തുടങ്ങി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ആ തലമുറയിൽ, ദൈവകരങ്ങളിൽ പ്രയോജനപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടിയോ ഇറങ്ങി വന്ന ആ ദൈവത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല. സ്തോത്രം. അപ്പോൾ ആദിമ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം എങ്ങനെയായിരുന്നു, അഥവാ യേശു കർത്താവിനെ കുറിച്ച് തന്നെയാണ് നാം ഈ പറയുന്നത്, അന്ന് എങ്ങനെയായിരുന്നു ആ അവസ്ഥാവിശേഷത്തിന് ഒട്ടും വ്യത്യാസമില്ലാതെ നമ്മുടെ കാലയളവിൽ ഇന്നും ആ യേശു ക്രിസ്തു അങ്ങനെ തന്നെ നിലകൊള്ളുന്നു. നമ്മുടെ മക്കൾ, കൊച്ചുമക്കൾ, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാലയളവിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ, സ്തോത്രം, അല്ലെങ്കിൽ അവരും ഇത് തന്നെയാ പറയുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആ കർത്താവ് എത്രത്തോളം വിശ്വസ്തനായിരുന്നോ ആ ദൈവം എൻ്റെയും കാലഘട്ടത്തിൽ എനിക്കും വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്, ഒരു മാറ്റവുമില്ല. എത്ര പേരുടെ ജീവിത അനുഭവമാണത്? എൻ്റെ കർത്താവ് എനിക്ക് വിശ്വസ്തനാണ്. സ്തോത്രം. ഈ ഒരു വാക്യത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ, അല്ലെങ്കിൽ
പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്നിങ്ങനെയുള്ള 3 കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഞാൻ അബ്രഹാമിൻ്റെയും നമ്മുടെ മക്കളുടെയും കാര്യമായിട്ട് ഞാൻ ഉദാഹരണമായി പറഞ്ഞത്. ഇതിനെ കുറച്ചുകൂടെ തെളിയിക്കുന്ന ഒരു വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിലുണ്ട്. ദയവായി നമുക്ക് ആ ഭാഗങ്ങളും നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരമുണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന ഒരു കാര്യം മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിൽ നാം കാണുകയാണ്. 2-ാമത്തെ വാക്യം യേശു ആ ശിഷ്യന്മാരോട് പറയുന്നു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവനോട് അലിവ് തോന്നുന്നു. 3-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറയും. സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ച മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെ അറിയുന്നവനാണോ കർത്താവ്? നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ കർത്താവിന് അറിയാമോ? നമ്മുടെ നാളകളെ കുറിച്ച് കർത്താവിന് അറിയാമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനുത്തരം ഈ 3 വാക്യങ്ങളിലുണ്ട്. സ്തോത്രം. 1-ാമത്തെ ഭാഗം കാണുന്നത്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 3 ദിവസങ്ങളായി തന്നോട് കൂടെ ഇരിക്കുന്ന ഈ ജനത്തെ കർത്താവിന് അറിയാം. അല്ലെങ്കിൽ ഈ ജനത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ അവരെവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, അവരുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം വ്യക്തമായിട്ട് യേശു കർത്താവിന് അറിയാം. കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. സ്തോത്രം. അപ്പോൾ പിറവിക്കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്, ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം, ഐ വാസ് ബ്ലൈൻഡ് ബട്ട് നൗ ഐ ക്യാൻ സീ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കുരുടനായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് കാണാൻ കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ് യേശു കർത്താവ്. ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ അതാണ് 2-ാം ഭാഗത്ത്, അല്ലെങ്കിൽ 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗമാണ്, ഈ പുരുഷൻ ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. നമ്മുടെ കഴിഞ്ഞകാല ജീവിതം, നമ്മുടെ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, കടന്നുപോയ ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതൊക്കെ കണ്ട് മാറി നിൽക്കുകയല്ല, അതിനൊക്കെ പരിഹാരം ഒരുക്കുന്ന ഒരുവനായി നമ്മുടെ കൂടെ കർത്താവുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുക. സ്തോത്രം. അപ്പോൾ ഈ ജനം, ഈ പുരുഷാരം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റാണ്, കഴിഞ്ഞ കാലങ്ങളാണ്. 2-ാമത്തെ ഭാഗം, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? പ്രസന്റ് ടെൻസ് ആണ്, ഇപ്പോഴത്തെ സാഹചര്യമാണ്, ഇപ്പോൾ അവർ കടന്നു പോകുന്നതായ സാഹചര്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റാർക്കും അറിയുന്നില്ലെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തെ ഉള്ളതുപോലെ നല്ലതുപോലെ മറ്റാരേക്കാളും അറിയാവുന്ന ഒരുവനാണ് നാം സേവിക്കുന്ന യേശു കർത്താവ്. സ്തോത്രം. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ കയ്യിലല്ലേ അവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്നുള്ളത് വ്യക്തമായി കർത്താവ് തിരിച്ചറിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ഒരു ഗദ്ഗതമുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്, എന്നെ അറിയാൻ ആരുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞാൽ, എന്നെ ഉള്ളതുപോലെ ഒന്ന് അറിയാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പോലും പലപ്പോഴും കഴിയുന്നില്ലല്ലോ. പലപ്പോഴും സംശയവാക്കുകൾ, പരിഹാസ ശബ്ദങ്ങൾ, വിരൽ ചൂണ്ടുന്ന അനുഭവങ്ങൾ, അല്ലേ, തുടങ്ങി
ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അങ്ങനെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന, സ്തോത്രം, വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, എന്തിന് സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും നമുക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ മനസ്സിലാക്കേണ്ടവർ, കൂടെ നിൽക്കേണ്ടവർ, സപ്പോർട്ട് ചെയ്യേണ്ടവർ, കൈത്താങ്ങലുകളേകേണ്ടവർ, സ്തോത്രം, പിന്തിരിഞ്ഞു മാറി നിൽക്കുമ്പോൾ കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല യേശു കർത്താവ് എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്രമാത്രം നമ്മെ അടുത്തറിയുന്ന, ഇത്രമാത്രം നമ്മെ രുചിച്ചറിയുന്ന, ഇത്രമാത്രം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് വേറെ ആരുമില്ല. സ്തോത്രം. അതുകൊണ്ട് ആ തിരുവെഴുത്തിൽ വായിക്കുന്നത്, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇത്രമാത്രം നമ്മോട് അടുത്തിരിക്കുന്ന ഒരു ദൈവം വേറെ ആരുള്ളൂ? Praise the Lord. There is no one like you, O Lord Jesus. Hallelujah. നമ്മെ ഉള്ളതുള്ളതുപോലെ അറിയുന്ന ഒരു കർത്താവ്. അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞ സെന്റൻസുകൾ പോലെ എന്നെ അറിയാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് ആർക്കെങ്കിലും ഒരു പരിതപം അല്ലെങ്കിൽ ഒരു പരിഭവം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഗോഡ് നോസ് യു. സ്തോത്രം. യേശു കർത്താവ് നിന്നെ നന്നായി അറിയുന്നു, ആഴത്തിൽ അറിയുന്നു. എന്തിനാ ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു ദീർഘശ്വാസം അല്ലേ? വേദന വരുമ്പോഴത്തേനും, പ്രയാസം വരുമ്പോൾ ഹന്നായുടെ ചുണ്ട് മാത്രമേ അനങ്ങിയുള്ളൂ. എന്തുകൊണ്ടാ? മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാണ്? അല്ലെന്ന്. വേദനയുടെ ആധിക്യം കൊണ്ട് നിലവിളിയാ വരുന്നത്, പക്ഷെ നിലവിളിയിൽ ശബ്ദം വരുന്നില്ലെന്നേ ഉള്ളൂ. അനുഭവങ്ങളുണ്ടോ അങ്ങനെ? സ്തോത്രം. വലിയ വായിൽ കരയുന്നുണ്ട്, പക്ഷെ ആ ചുണ്ടേ അനങ്ങുന്നുള്ളൂ, ശബ്ദമൊന്നും വരുന്നില്ല. അത്ര ആഴമേറിയ ഒരു നിലവിളി. സകല കാര്യങ്ങളും സകല അനുഭവങ്ങളും ഒരുപക്ഷെ മറ്റാർക്കും വേണ്ടുമെന്നോ അറിയത്തില്ലേലും അറിയുന്നൊരു കർത്താവ് കൂടുണ്ടെന്നുള്ള വിശ്വാസം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലൊന്ന് ആഴത്തിൽ ഈ വചനത്തിലൂടെ ഒന്ന് പതിയട്ടെ. സ്തോത്രം. എന്നെ അറിയുന്നൊരു കർത്താവ് എൻ്റെ കൂടെയുണ്ട്. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം അതാണ്. അവർക്ക് ഭക്ഷിപ്പാൻ ഇല്ലായ്ക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ആ ഒരു ലാസ്റ്റ് വാക്ക് വളരെ സന്തോഷം തോന്നുന്നു. അലിവ് തോന്നുന്നു, അലിവ് തോന്നുന്നു. നമ്മൾ മറ്റൊരു വേദഭാഗത്ത് വായിച്ചിട്ടുണ്ട്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, അല്ലേ, അർദ്ധപ്രാണനായി മുറിവേറ്റവനായി പാതവക്കിൽ മരണത്തോട് വല്ലടിച്ച് കിടക്കുന്ന ഒരു സംഭവം. മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറയുന്ന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ഒരു ലേവ്യൻ, ഒരു പുരോഹിതൻ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് അവന് വേറെ വഴിയായി മാറിപ്പോയപ്പോൾ, സ്തോത്രം, ഒരു ശമരിയക്കാരൻ ആ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് തൻ്റെ എണ്ണയും വീഞ്ഞും അവനവെ പകർന്ന് അവൻ്റെ പരിക്കുകളിൽ, സ്തോത്രം, വേണ്ടുന്നതായ അത്യാവശ്യ ലേപനങ്ങൾ, മരുന്നുകളൊക്കെ പുരട്ടി, ബാക്കി അവിടെ കിടന്നോട്ടെ എന്നല്ല, സ്തോത്രം, അദ്ദേഹത്തിൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി ഒരു വഴിയമ്പലത്തിലേക്ക്, സത്രത്തിലേക്ക് കൊണ്ടുപോയി അവനെ രക്ഷ ചെയ്തു. ഞാൻ ഈ ഭാഗമൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഓർക്കാനുള്ളൊരു കാര്യമാണ്. ഈ ഒരു വശം നോക്കിയാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ കൂട്ടുനിൽക്കുക എന്നുള്ളത്. ആ അനുഭവമൊക്കെ ഉള്ളവർക്കറിയാം. ആശുപത്രിയിലെ ആ റേഡിലും കൂടെ കൂട്ടുനിൽക്കുക എന്നുള്ളത്. കാരണം ഉറങ്ങാൻ പറ്റത്തില്ല കാര്യമായിട്ട്. ഒന്ന് കൊതുകടിയും മറ്റു കാര്യങ്ങളൊക്കെ, അത് അതിൻ്റെ പശ്ചാത്തലം വേറെ. എങ്കിലും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അപ്പോഴെല്ലാം ചാടി എണീക്കണം. അപ്പം വീണ്ടും വീണ്ടും ഒന്നും നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശമരിയക്കാരൻ്റെ ആ മനസ്സ് കണ്ടു. അവിടെ കൊണ്ട് ആക്കി വെച്ച് ഇപ്പോൾ വരാതെന്ന് പറഞ്ഞ്, കോള് വരുന്നെന്നും പറഞ്ഞ് പുള്ളി ഇപ്പുറത്തെ വാതിലിലൂടെ ഇറങ്ങിപ്പോയില്ല. സ്തോത്രം. പിറ്റേ ദിവസം പുറപ്പെടുമ്പോൾ എന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ ആ രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ പാർത്തു. ഹി വാസ് വിത്ത് ഹിം. സ്തോത്രം. പിറ്റേ ദിവസം പുറപ്പെടുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അല്ലേ, കാശെടുത്ത് കൊടുത്തേച്ച് പറഞ്ഞു, ഇതിലധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം, ഞാൻ വരും. ഏൽപ്പിച്ചേച്ച് പോവുകയല്ല. ഇതൊക്കെ എത്രമാത്രം, ഇതെല്ലാം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ശമരിയക്കാരനെ കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിലും ആ നല്ല ശമരിയക്കാരൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആരും പരിഗണിക്കാനില്ലാതെ, ആർക്കും വേണ്ടാതെ, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ശാപവാക്കുകളാൽ ഒന്നിനും കൊള്ളാത്തവൻ, ഗുഡ് ഫോർ നത്തിങ്
എന്ന് പറഞ്ഞ് മാറ്റിയിട്ട സ്ഥാനത്ത് അതിനെയാണ്, അല്ലെങ്കിൽ ആ നമ്മളെയാണ് യേശു കർത്താവ് തേടി വന്നത്. സന്തോഷത്തോടെ ഇന്ന് കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നമുക്കൊരു മൂല്യം വന്നത്, ഒരു വില വന്നത് കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. അലിവ് തോന്നുന്നു. സ്തോത്രം. അപ്പോൾ സമരിയാക്കാരന് അലിവ് തോന്നിയതുപോലെ യേശു കർത്താവിന് അലിവ് തോന്നി. ഇവിടെ എന്തേ അലിവ് തോന്നുന്നു? മൂന്നാമത്തേത്, ഞാനവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഒരല്പം കാര്യമായി ഇതൊന്ന് മനസ്സിലാകട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഇച്ചിരി ലളിതമായിട്ട് തന്നെ പോകുന്നത്. അപ്പൊ ഈ കണ്ടീഷനിൽ അവരെ ഞാൻ യാത്രയാക്കിയാൽ ഇവിടെ ഉത്തരവാദിത്തം ആർക്കാ? ഞാനവരെ ഒരു കോട്ടേജ് മീറ്റിംഗ് വെച്ചാൽ ഇന്ന് മിക്ക സഭകളിലും ഫുഡില്ല, അല്ലെങ്കിൽ കൊടുക്കുന്ന സഭകളുണ്ട്, അല്ലെങ്കിൽ വീടുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 3 ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ആ വീട്ടിലെ ആൾ എഴുന്നേറ്റ് നിന്ന് സൈഡിലോട്ട് എഴുന്നേറ്റ് പറയും, വന്ന എല്ലാവർക്കും ഒരല്പം ലഘുഭക്ഷണം അല്ലെങ്കിൽ ഒരല്പം ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഇവിടെ ഉത്തരവാദിത്തം മുഴുവൻ യേശു കർത്താവ് ഏറ്റെടുത്തേച്ച് പറയുക, ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. എന്താണ് മൂന്നാമത്തെ കാര്യം? ഫ്യൂച്ചർ. അവരുടെ ഭാവിയെക്കുറിച്ച് കർത്താവിന് നന്നായി അറിയാം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ വഴിയിൽ വെച്ച്, അല്ലെങ്കിൽ അവരെ ചെന്നെത്തേണ്ട സ്ഥാനത്ത് ചെല്ലാതെ വണ്ണം അവർ തളർന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് കർത്താവിനറിയാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നലകളെ മാത്രമല്ല, ഇന്നത്തെ സാഹചര്യങ്ങളെ മാത്രമല്ല, നാളെയുടെ നാളുകളിൽ എന്തായിത്തീരും, എങ്ങനെയായി തീരുമെന്നുള്ള കാര്യവും കർത്താവിന് വ്യക്തമായി അറിയാം. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ആർക്കും ഒരുപക്ഷെ അത്ര വ്യക്തമായി തിട്ടമായി നമ്മുടെ നാളുകളെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ തലമുറകളെക്കുറിച്ചോ അറിയാതിരിക്കുമ്പോൾ ഇതെല്ലാം മുന്നമേ അറിയുന്നൊരു കർത്താവിനെ സേവിപ്പാൻ ഭാഗ്യം കർത്താവ് തന്നത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. സ്തോത്രം. ആ നിലയിൽ 2 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കാം. ഒന്ന്, ഈ അവസ്ഥയിൽ അവർ പോകുന്നെങ്കിൽ അവർ ചെന്നെത്തേണ്ട ഡെസ്റ്റിനേഷൻ, അവരുടേതായ എവിടാണോ ചെല്ലണ്ടേ അവിടെ ചെല്ലാതെ വണ്ണം അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. രണ്ടാമത്തെ കാര്യം അതിൻ്റെ തൊട്ടടുത്ത ഭാഗമാണ്. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ. യേശുവുമായിട്ടുള്ള അകലം നോക്കുമ്പോൾ, യേശുവിൽ നിന്നുള്ള അകലം നോക്കുമ്പോൾ എത്രത്തോളം അകലെയാണ്, എത്രമാത്രം ദൂരെയാണ് എന്നുള്ളത് മറ്റാരേക്കാളും വ്യക്തമായി കർത്താവിന് അറിയാം. സ്തോത്രം. അതോർത്തും ദൈവത്തെ സ്തുതിക്കും. അതായത് ക്രൂശീകരണത്തോടനുബന്ധിച്ച് ഗെത്സമനിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരുന്ന യേശു കർത്താവിനെ വന്ന് പന്തവും കുന്തവും ഒക്കെ ആയിട്ട് വന്ന് പിടിക്കുന്ന ആ സമയത്ത് ശിഷ്യന്മാരായിട്ട് കൂടെയുള്ളവരെല്ലാം ചിതറിയോടി എന്ന് നമ്മൾ വായിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ ഒരല്പം അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചതായിട്ട് കാണുന്നു. മറ്റാരുമല്ല, പത്രോസാണ്. കൂടെ പോകാഞ്ഞ എന്താ? കൂടെ പോകാഞ്ഞെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ ഒരു കയ്യിലെ വിലങ്ങിനോട് ചേർത്ത് തൻ്റെ കയ്യിലും വിലങ്ങിടാൻ സാധ്യതയുണ്ട്. യേശുവിനെ പിടിച്ചതുപോലെ തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയുകയും ചെയ്യണം. എന്നാൽ ആ കൂട്ടത്തിൽ അകപ്പെടാനും പാടില്ല. ഒരു അകലം വിട്ട് അനുഗമിച്ച പത്രോസിനെ കുറിച്ച് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഒരുപക്ഷെ കൃപാവരങ്ങളാലും ദൈവവരങ്ങളിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എത്രത്തോളം അകന്നു നിൽക്കുന്നു, എത്രത്തോളം മാറി നിൽക്കുന്നു, യേശു കർത്താവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തിൽ എന്തോരം അകൽച്ചയുണ്ട് എന്നുള്ളതെല്ലാം വ്യക്തമായി കർത്താവിന് അറിയാമെന്നുള്ളത് ഇന്ന് രാത്രി കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചും നമ്മേക്കാൾ നന്നായി യേശു കർത്താവിന് വ്യക്തമായി അറിയാം എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 45 വാക്യങ്ങളിലേക്ക് ഒന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ ഉള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട്
അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം നമുക്കെല്ലാം അറിയാം. 46. നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുക, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. കർത്താവിന് മഹത്വം. സ്തോത്രം. സുപരിചിതമായൊരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45 മുതൽ നാം വായിച്ച ഈ ഭാഗം. ഇവിടുത്തെ പ്രധാന വ്യക്തിത്വം നഥനയേലാണ്. ആ നഥനയേൽ യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഫിലിപ്പോസ് കൊണ്ടുവരുമ്പോൾ, യേശു കർത്താവിനെ കാണുമ്പോൾ ഉള്ളതായ ആ കമ്മ്യൂണിക്കേഷൻ, ആ സംസാരങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വന്ന് കാണുക, നീ വന്ന് കാണ്. അങ്ങനെ കർത്താവിനെ നേരിട്ട് കാണുന്ന നഥനയേലിനോട് യേശു കർത്താവിൻ്റെ ആദ്യത്തെ തന്നെക്കുറിച്ചുള്ള വാക്കുകൾ ഇതാണ്. 47. നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും? നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഒരാൾ ഓടി വന്നേച്ചാൽ ഇന്ന ആളല്ലേ, ഇപ്പോൾ എവിടെയാ ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ പരതും അല്ലേ? നഥനയേൽ ചോദിക്കുക, എന്നെ എവിടെ വെച്ചറിയാം? കണ്ടിട്ടുണ്ടോ? പരിചയപ്പെട്ടിട്ടുണ്ടോ? യേശു കർത്താവ് പറഞ്ഞ ആ സെന്റൻസ് കണ്ടോ? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ അത്തിയുടെ കീഴിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നോ? അല്ല. അതിനർത്ഥം യഹൂദന്മാരെ സംബന്ധിച്ച് ആ ചെറുപ്രായത്തിലെ ഇവര് തോറ, അവരുടെ ന്യായപ്രമാണം വായിച്ച് പഠിക്കണം. അത് 12 വയസ്സിനുള്ളിൽ തന്നെ ഏകദേശം ആ കാര്യങ്ങൾ മുഴുവൻ അവർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും അവര് ഈ പറഞ്ഞ പോലെ അബ്രഹാമിന്റെ കാലഘട്ടം നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? സ്തോത്രം. ദൂതന്മാർ വന്നപ്പോൾ അവരെ സൽക്കരിച്ചിരുത്തിയതിനെ കുറിച്ച് എന്നതുപോലെ ഈ ചെറുപ്രായത്തിലെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു സമയത്തെയാണ് ഈ അത്തിയുടെ കീഴിൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ച് വേദ ചിന്തകന്മാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഫിലിപ്പോസ് വിളിക്കുന്ന സമയമല്ല, നിന്റെ ചെറുപ്രായത്തിലേ ഞാൻ നിന്നെ അറിഞ്ഞതാ. കർത്താവിന് മഹത്വം. സ്തോത്രം. ഈ ചില മിനിറ്റുകൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്ക് മുമ്പോ അല്ല ഞാൻ നിന്നെ കണ്ടത്, ഞാൻ നിന്നെ പരിചയപ്പെട്ടത്. ദീർഘമായ പതിറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നീ തിരുവെഴുത്തുമായി ഇരുന്നപ്പോൾ അന്നേ ഞാൻ നിന്നെ മനസ്സിലാക്കിയതാണ്. സ്തോത്രം. അന്നേ ഞാൻ നിന്നെ അറിഞ്ഞതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവനെ, ഞാൻ പറഞ്ഞല്ലോ, ആരും എന്നെ അറിയാനില്ല, ആരും എൻ്റെ സങ്കടങ്ങളെ അറിയാനില്ല, എൻ്റെ അവസ്ഥകളെ അറിയാനില്ല. അല്ല, നമ്മളെ അറിയുന്ന ഒരുവൻ കൂടെയുണ്ട്. ആരും അറിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളെ ഉള്ളതുള്ള പോലെ അറിയുന്നൊരു കർത്താവ് കൂടെ ഉണ്ട് എന്നുള്ളത് ഇന്ന് രാത്രി നമുക്ക് സന്തോഷം നൽകുന്ന വസ്തുതയാണ്. എലിയാവ് ശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇടപെടുമ്പോൾ ദൈവത്തോട് പറയാം, ഞാൻ തനിയെ ശേഷിച്ചിരിക്കുന്നു, ആരുമില്ല. അദ്ദേഹത്തിന് അവിടെ കിട്ടിയ മറുപടി, നീ അറിയുന്നില്ല എങ്കിലും ഞാൻ ഒരു 7000 പേരെ എനിക്ക് വേണ്ടി അവിടെ വേറെ ശേഷിപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വേറെ ഉണ്ട് 7000 പേർ. സ്തോത്രം. പറയുന്നത് പലപ്പോഴും നമ്മൾ ഓർക്കും ആരുമില്ല, ആരും സഹായിപ്പാനില്ല. ഇവിടെ നഥനയേലിനെ സംബന്ധിച്ചതാണ് തൻ്റെ പൂർവ്വകാലങ്ങളെ കുറിച്ച് കർത്താവിന് നന്നായി അറിയാമായിരുന്നു. നമ്മുടെ ചിന്താവിഷയം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. കഴിഞ്ഞകാല ജീവിതങ്ങളെ കുറിച്ച് വ്യക്തമായി അറിയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, ഒറ്റ ഒരു പേജിലോട്ട് വരയ്ക്കുമ്പോൾ 4-ാം അധ്യായം വളരെ ചരിത്രപ്രസിദ്ധമായ സംഭവ വികാസങ്ങൾ കോരിയിട്ടിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇതിലെ പ്രധാന കഥാപാത്രം ഒരു ശമരിയ സ്ത്രീയാണ്. ആ ശമരിയാക്കാരത്തി. സ്തോത്രം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്നുമില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിലെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുന്നു.
സ്ത്രീ യേശുവിനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവരോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. 19-ാം വാക്യം. സ്ത്രീ യേശുവിനോട്, യജമാനനെ, നീ പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു, നീ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഇതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ശമരിയാക്കാരത്തിയുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നിശ്ചയമായിട്ടും ആഴത്തിൽ മറ്റാർക്കും ഒരുപക്ഷെ മനസ്സിലാകാത്ത കാര്യങ്ങളും യേശു കർത്താവിന് നന്നായി അറിയാമായിരുന്നു. കർത്താവിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, തൊട്ടടുത്ത പേജിൽ, അതിന് 5-6 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 5-6 വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 6-ാം വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഇതൊക്കെ കുറെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. ആ ഒരു നമ്മുടെ ചിന്താവിഷയത്തോട് ചേർന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. 38 വർഷങ്ങളായി ഒരു പ്രതീക്ഷ, ഒരു വിടുതൽ, ഒരു സൗഖ്യം. പക്ഷേ താൻ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്താണ് തൻ്റെ പ്രതീക്ഷ? അതത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങും, ആ കുളം കലക്കും. ആരാണോ ആദ്യം അതിലേക്ക് ഇറങ്ങുന്ന രോഗി, അവൻ സൗഖ്യമാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനേക ഇടങ്ങളിൽ സ്തോത്രം, അല്ലെങ്കിൽ അനേക വ്യക്തിത്വങ്ങൾ ചില കാര്യങ്ങളിൽ അവർക്കൊക്കെ ഒരു മുൻധാരണയുണ്ട്, ഒരു മുൻവിധിയുണ്ട്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നാലേ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നാലേ അതൊരു തീരുമാനത്തിലേക്ക്, ഒരു റിസൾട്ടിലേക്ക് വരത്തുള്ളൂ. ഏതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി? കുളത്തിലേക്ക് ദൂതം വന്ന് ഇറക്കണം, അല്ലെങ്കിൽ ഇറങ്ങണം, കുളം കലകണം, ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഇറക്കണം. എന്നാൽ അത് അവിടെ കാണുന്ന അടുത്ത വാക്കാണ്. സ്തോത്രം. ഈ മനുഷ്യനെ യേശു കണ്ടു. അവിടുത്തെ ആ ഒറ്റ വാക്കിതാണ്, അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. ഇന്നലെ വന്നവനല്ല, ഇത് വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി എന്നുള്ളത് യേശു അറിഞ്ഞു. നമ്മുടെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ എത്ര നാളുകളായി എന്നും എത്ര വർഷങ്ങളായി എന്നും നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതെത്രത്തോളം ആഴമുള്ളതാണെന്നും നമ്മേക്കാൾ അല്ലെങ്കിൽ വ്യക്തമായി കർത്താവിനെ അറിയാം. സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കരേറ്റുക. സ്തോത്രം. നന്നായി അറിയുന്നൊരുവൻ. ഹല്ലേലൂയ. യേശുവോടെ ചോദിക്കുന്നൊരു ചോദ്യം കണ്ടോ? ഞാനത് കുളം കലക്കാൻ പോകുക, നീ തന്നെ ആദ്യം വരണം. അങ്ങനാണോ പറഞ്ഞത്? ഞാൻ ഇറങ്ങി കിടക്കാൻ പോകുക, നീ തന്നെ ആദ്യം ഇറങ്ങി വരണം, വേറെ ആരും വരരുത് അല്ല. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളിൽ മനുഷ്യർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. ഇന്ത്യൻ്റെ പോലെ കാര്യങ്ങൾ നടന്നാൽ, അതായത് ഇൻ്റർവ്യൂ നടക്കണം, അതിനുശേഷം ഒരു കോൾ ലെറ്റർ വരണം, അല്ലേ? ഇങ്ങനെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ അങ്ങനെ നടന്നാൽ, അല്ലെങ്കിൽ OET എഴുതണം, ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാൻ പറയുന്നത് ഇന്നത്തെ സാഹചര്യവുമായിട്ട് ചില കാര്യങ്ങളൊക്കെ കൃത്യമായ ചില കാര്യങ്ങൾ, ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ അതിൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ, അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ. പക്ഷേ ഇത് രാത്രി വചനം പറയുന്നു, യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കാണുവാൻ, മാറ്റം വേണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? ആ മനുഷ്യൻ പറയുകയാണേ, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റിടത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞവന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് ആരാ? അവനത് മനസ്സിലായില്ല. ഒരൊറ്റ വാക്കിൽ സകലത്തെ ഉളവാക്കിയവനാ കൂടെ വന്ന് നിൽക്കുന്നത്. പരിഭൂ പ്രയാണത്തിൽ കഴിഞ്ഞ 40ഓളം വർഷങ്ങൾ തൻ്റെ ജനത്തിന് വേണ്ടുന്നതായ അതെ മന്ന മാത്രമല്ല, അവരോട് കൂടെ അവരെ അനുഗമിച്ച ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ ക്രിസ്തു. സ്തോത്രം. അങ്ങനെയെങ്കിൽ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നൊരു കർത്താവ്, ആ യേശു കർത്താവ് ഈ മനുഷ്യന്റെ തൊട്ട് ചാരേ നിന്നിട്ട് കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ പറയാ, എനിക്ക് ആരുമില്ല. സ്തോത്രം. എന്നെ സഹായിപ്പാൻ ആരുമില്ല. നമ്മളും പലപ്പോഴും ഇതല്ലേ പറയുന്നത്. പ്രതീക്ഷിക്കുന്ന അമ്മാവന്മാരൊരു പക്ഷേ കൈവിട്ടേക്കാം, അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില പ്രമുഖന്മാരൊരു പക്ഷേ സഹായിച്ചില്ലെന്ന് വരാം. പക്ഷെ സങ്കീർത്തനം 118:8 എന്താണ്? മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ
യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സ്തോത്രം. ഇത് രാത്രി വ്യക്തമായ ദൈവാത്മാവ് ഇടപെടുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിടുതലും ഒരു നന്മയും അതേ സ്തോത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഒന്ന് ഉറപ്പിച്ചോ, നിന്നെ അറിയുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ഏത് വിഷയത്തിനും പരിഹാരം നൽകുവാൻ യേശു കർത്താവ് കൂടെയുണ്ട്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുക ഇന്ന് രാത്രി. സ്തോത്രം. യേശു അവരോട് പറഞ്ഞ്, എഴുന്നേറ്റേ, നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. കുളത്തിലോട്ട് ചാടാനല്ല പറഞ്ഞേ, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു വിടുതൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറട്ടെ. സ്തോത്രം. നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പുറമായി ചില വിടുതലുകൾ എന്തിനധികം മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ, വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതൊന്ന് സ്വീകരിപ്പാൻ നമുക്ക് ഇത് കഴിയട്ടെ. അവിടെ കാണുന്നത് ഉടനെ ആ മനുഷ്യ സൗഖ്യമായി കിടക്കെടുത്ത് നടന്നത്. സ്തോത്രം. 38 വർഷങ്ങൾ കൊണ്ട് കഴിയാത്തത് 38 സെക്കൻഡുകൾ കൊണ്ട് നടന്നു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുമോ? 14ഓളം വർഷങ്ങൾ വേണം ഒരു ബദാവൃക്ഷം കായുണ്ടാകണമെങ്കിൽ എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമുക്കറിയാം ഒരു അഹരോന്റെ വടിയെക്കുറിച്ച് കാണുന്നുണ്ട്. 1 മാസം കൊണ്ടേ വെച്ചോ? ഇല്ല. ഒരാഴ്ച കൊണ്ടേ വെച്ചോ? ഇല്ല. അതാ ഒരു ദിവസം മൊത്തം എടുത്തോ? വേണ്ട. ഒരൊറ്റ രാത്രി കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട്. ഇത് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു ഈ വചനങ്ങളൊക്കെ? സ്തോത്രം. വർഷങ്ങൾ, ദീർഘവർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചില മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തരുവാൻ എൻ്റെ യേശു ഇന്നും വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ഈ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്തോത്രം. ഒന്നുകൂടെ വിശ്വാസം വരാൻ പറയാം. ഒരു മനുഷ്യന്റെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട്. സ്തോത്രം. കൂട്ടി എല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊക്കെ വേണ്ടുമ്പോൾ ഒന്ന് അടുക്കി വെക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. 206 അസ്ഥികൾ എങ്ങനെ? എന്നാൽ ആ താഴ്വരയുടെ നടുവിൽ ആ പ്രവാചകനെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അസ്ഥികളുടെ കാലപ്പഴക്കവും അതിന്റെ യഥാർത്ഥ അവസ്ഥയും മനസ്സിലാക്കി അദ്ദേഹത്തിന് ഒരു കാര്യം പിടികിട്ടി. ഇത് ഏറ്റവും ഉണങ്ങി. എന്തിനാ വാക്ക് അവിടെ എഴുതിയിരിക്കുന്നത്? there is no hope at all. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത വിധം ഇത് ഏറ്റവും ഉണങ്ങി. ജീവന്റെ തുടിപ്പൊക്കെ പോയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റം പ്രതീക്ഷിച്ച കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഒന്ന് ചലിക്കുമെന്നൊക്കെ ഓർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ആ ചലനമൊക്കെ അറ്റത് തീർത്തും ഇല്ലാതായി, നിർജീവമായി. അതിനകത്തെ മജ്ജകൾ വറ്റി, എല്ലാം ഏറ്റവും ഉണങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ പറയുന്ന ഏതോ അസ്ഥിയുടെ കാര്യമൊന്നുമല്ല. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇത് രാത്രി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ചില മേഖലകളിൽ ഇത് രാത്രി ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ എത്ര നേരം വേണം? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം ഇത് രാത്രി അതാണ് അളവുകോല്. സ്തോത്രം. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഞാനാണെ പറഞ്ഞാല് 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ചിലപ്പം വല്ലോ നടന്നാൽ. സ്തോത്രം. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തടത്ത് എന്താ നമ്മുടെ റിപ്ലൈ? ഒന്നെനിക്കറിയാം, കർത്താവേ, നീ എല്ലാം അറിയുന്നു, നീ സകലവും അറിയുന്നു, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ ഇത് കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. തമ്മിൽ ചേർക്കുവാൻ, ബന്ധങ്ങളെ പുതുക്കുവാൻ, ഒന്ന് കോർത്തിണക്കുവാൻ, സ്തോത്രം, അസ്ഥിയോട് ചേർക്കുവാൻ, പലവിധമായ അനുഭവങ്ങൾ പല ലോകപ്രകാരം നോക്കിയിട്ട് നടക്കാതിരിക്കുമ്പോൾ ചേരേണ്ടതിനെ ചേർക്കുവാൻ അതിന്മേൽ അധികാരമുള്ള ഒരുവനിത് രാത്രി കൽപ്പിക്കുന്നു. സ്തോത്രം. 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 ചേരാത്ത ബന്ധങ്ങൾ, സ്തോത്രം, പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഒരിക്കലും തമ്മിൽ ചേരാൻ ഒക്കാത്ത വിധത്തിൽ അതേ സ്തോത്രം ഇടയറ്റുപോയത് ചുടവൽ ഖവനഘടകസ്യ. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? ഒരു ഭൂകമ്പമുണ്ടായി, അസ്ഥിയോട് ചേർന്നു, അതേ ത്വക്ക് വന്നു, മാംസം വന്നു, വാക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. പക്ഷെ ശ്വാസം അതിലില്ലായിരുന്നു. കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. പറഞ്ഞു വരുന്നത്, ആ പ്രവാചകൻ എന്തെല്ലാം ദൈവശബ്ദം കേട്ടോ അത് മുഴുവൻ അനുസരിച്ചു. താൻ കേട്ടത് അനുസരിച്ചത് അതുപോലെ പ്രഖ്യാപിച്ചപ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി കാണാനിടയായി. ആ അധ്യായം അവിടെ ആ ഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അസ്ഥിയോട് ചേർന്ന് അവയെല്ലാം ഒരു മനുഷ്യ ശരീരം എന്ന നിലയിൽ വന്നു. അത് ജീവിച്ചെഴുന്നേക്കത്തക്ക നിലയിൽ കാറ്റതിമേലേക്ക് വീശി അതിന് ശ്വാസം വന്നു.
അവിടെ അടുത്തത് കാണുന്നത് അത് സ്തോത്രം ഇതാണ്, ഒരു സൈന്യമായി ആ താഴ്വരയിൽ എഴുന്നേറ്റ് നിന്നു. എന്റെ ചോദ്യം ഏതാണ്? ഒറ്റ രാത്രി കൊണ്ട് ഒരു സൈന്യം ഉണ്ടാകുമോ? എത്രമാത്രം അല്ലേ, എന്തെല്ലാം ട്രെയിനിങ്ങുകൾ. അത് ഓടണം, ചാടണം, അവിടെ നെഞ്ചളവ് നോക്കണം, പൊക്കം നോക്കണം, ബാക്കിയുള്ള ഇതെല്ലാം നമുക്കറിയാമല്ലോ. സൈന്യത്തിലേക്ക് എടുക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അവർ സൈന്യത്തിൽ അല്ലെങ്കിൽ അവർ ട്രെയിനിങ് പൂർത്തീകരിക്കുമോ? ഇല്ല, എത്രയോ വർഷങ്ങൾ എടുത്താണ്. ഞാൻ പറയുന്നത്, വർഷങ്ങൾ എടുത്ത് ചെയ്യേണ്ടതൊക്കെ ചില മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തീർക്കാൻ ദൈവത്തിന് കഴിയും. പ്രവാചകനോടൊരുമിച്ച് ആ താഴ്വരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സൈന്യം മാസങ്ങൾ കൊണ്ടുണ്ടാക്കിയതല്ല, ചില മിനിറ്റുകൾക്കുള്ളിൽ അത് സൈന്യമായി മാറിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലെ വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുന്ന നിനക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ് ദൈവാലോചന. സ്തോത്രം. നമ്മളല്ലേ വർഷങ്ങളുടെ കാത്തിരിപ്പ്, ദീർഘനാളുകൾ കാത്തിരിക്കണം, ഇനിയും എത്ര നാൾ കഴിയണം. സ്തോത്രം. ഒരൊറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ തളർത്ത് അതിനെ പുഷ്പിച്ച് അതിനെ കായ്പിച്ചെങ്കിൽ, സ്തോത്രം, ഇവിടെ ഏതാ ചില മിനിറ്റുകൾക്കുള്ളിൽ ചിതറപ്പെട്ട അസ്ഥിയെ തന്നോട് കൂടെ നിൽക്കുന്ന ഒരു സൈന്യമാക്കി മാറ്റിയെങ്കിൽ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വചനത്തോടെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ മറ്റൊരു വ്യക്തിയെ കാണാം. 16-ാം വാക്യം. മറ്റുള്ളവരെല്ലാം ഓർത്തു ഈ സഹോദരി ജന്മനാ ഇങ്ങനെ ഗൂനിയാണ്. അവൾ സാധാരണ രീതിയിൽ ആലയത്തിലേക്ക് കടന്നു വന്നു. അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇരിക്കാമെന്നപ്പോൾ യേശു പറഞ്ഞു, ഇങ്ങ് വന്നേ. അവള് ആ സഹോദരി യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനിടയായി. ഒരു വേറിട്ട രീതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവൾ ഇന്ന് വരെ സ്തോത്രം അവളുടെ ആ ശരീരമല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല, ഭൂമിയിലുള്ളതല്ലാതെ വേറൊന്നും കണ്ടിട്ടില്ല. സ്തോത്രം. ഒന്ന് തല ഉയർത്താനോ, സ്തോത്രം, ഒന്ന് ഉയർന്നു നോക്കാനോ ഉണർന്നു നോക്കാനോ കഴിയുന്നില്ല. കൊലോസ്ലേഖത്തിൽ പറയുന്നുണ്ടല്ലോ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീരെന്ന്. സ്തോത്രം. ഭൗമികമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളുമായിട്ട് മാത്രം, അതേ സ്തോത്രം, അതിൻ്റെ തിരക്കുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയും. എന്നാൽ അത് യേശു കർത്താവ് മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാടോടുകൂടി അല്ല കണ്ടത്. അവിടുത്തെ വാക്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു സ്ത്രീയെ അടുക്ക വിളിച്ചു. സ്ത്രീയെ ഇതിൻ്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ്? ചുരുക്കി പറഞ്ഞാൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്നതാണ്. ആ ബന്ധനം അഴിഞ്ഞപ്പോൾ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. സ്തോത്രം. അപ്പോൾ പറഞ്ഞതിന് ചുരുക്കം, കഴിഞ്ഞ കാലങ്ങളിലെ പല കൂരിയായിരിക്കുന്ന സാഹചര്യം പൊതുവെ ഇതെന്താണെന്ന് അറിയാതെ മനുഷ്യർ കാണുമ്പോൾ ഇതിൻ്റെ മൂലകാരണം എന്താണെന്ന് അറിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ചില പ്രത്യേക പ്രതിസന്ധികൾ, ചില ദാരുണമായ സാഹചര്യങ്ങൾ, മറ്റാർക്കും സഹായിപ്പാൻ കഴിയത്തില്ലെന്ന് ഉറപ്പുള്ള ചില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനത്തിലൂടെ ഇത് നമ്മളോട് സംസാരിക്കുന്നത്, അവിടെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു കർത്താവുണ്ട്. സ്തോത്രം. തന്നോട് അല്ലെങ്കിൽ യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടല്ല ആ സഹോദരിയെ സൗഖ്യമാക്കിയത്, തൻ്റെ സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കി ആ സ്ത്രീയെ വിളിച്ചാണ് സൗഖ്യമാക്കിയെങ്കിൽ, ഇന്ന് രാത്രി നമ്മുടെ ആവശ്യബോധത്തെക്കാളധികം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിഞ്ഞും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു കർത്താവിന് കഴിയുമെന്നുള്ളത് വചനത്തിലൂടെ വിശ്വസിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഞാൻ മടങ്ങി വരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്ന ഒരു സക്കറിയാവെന്ന് പറഞ്ഞൊരു പുരോഹിതനെ കുറിച്ച് കാണാൻ കഴിയുന്നു. ദീർഘമായ വർഷങ്ങളിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരവൊന്നും കിട്ടിയില്ല. എന്നാൽ അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, സക്കറിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ മുമ്പിൽ ദൈവം അയച്ച ദൂതനിറങ്ങി വരികയാണ്. സക്കറിയാവ് ദൂതനെ കണ്ട് ഭയപ്പെട്ടു പോയി. അവിടെ ഒരു വാക്യം, ദൂതൻ പറയുക, സക്കറിയാവെ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. ഏതാ? താൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നതാണോ അന്നേരം? അല്ല, ദീർഘമായ നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സമയത്ത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവിന് കഴിയുമെന്നുള്ളതാണ് ഇത് രാത്രി ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. ആർക്ക് പ്രവർത്തിപ്പാൻ കഴിയാത്തിടത്ത്, ആർക്ക് സഹായിപ്പാൻ കഴിയാത്തിടത്ത് ഇനിയിപ്പോൾ നടക്കത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാ ദൈവത്തിന്റെ മഹത്വം നീ കാണാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ.
സക്കറിയാവെ ഭയപ്പെടണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സ്തോത്രം. ദീർഘനാളത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് വന്നത് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഇനിയും 6 മാസം കൂടെ വേണ്ട. അടുത്ത വർഷം ഈ ആണ്ടെന്നൊന്നും അല്ല. സ്തോത്രം അല്ലേ? അത് കറക്റ്റ് ദൈവം ഒരുക്കുന്നത് എങ്ങനെയാണോ അതിനധികം എങ്ങനെയാണോ അതിൻ്റെ റിസൾട്ട് വരേണ്ടത് ആ നിലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവം ചെയ്യും. സ്തോത്രം. കർത്താവിന് മഹത്വം. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഒരൊറ്റ പ്രാർത്ഥന കഴിഞ്ഞ് ആമേ പറഞ്ഞപ്പോൾ റിസൾട്ടായെന്ന്. സ്തോത്രം. 1 വർഷമൊന്നും വേണ്ട ചില കാര്യങ്ങൾക്ക്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ എന്ത് സമയം വേണം? അപ്പോൾ ഇത്രയും നമ്മൾ ചിന്തിച്ചതെല്ലാം ഇന്നലകളെക്കുറിച്ച് കർത്താവിന് നന്നായി അറിയാം. നദനയേലിൻ്റെ ഇന്നലകളെക്കുറിച്ച് അറിയാം. ശമരിയക്കാരിയുടെ ഇന്നലകളെക്കുറിച്ച് അറിയാം. 38 വർഷമായി രോഗിയായി കിടന്ന മനുഷ്യന്റെ ഇന്നലകളെക്കുറിച്ച് അറിയാം. കൂരിയായ സ്ത്രീയുടെ കാരണം അതായി ഇന്നലകൾ, ആ നാളുകൾ, വർഷങ്ങൾ കർത്താവിന് നന്നായി അറിയാം. സക്കറിയാവിന്റെ പ്രാർത്ഥന, ആ ഇന്നലകളെക്കുറിച്ച് കർത്താവിന് നന്നായി അറിയാം. ഇന്നുകളെക്കുറിച്ച് വേഗത്തിൽ പറഞ്ഞുതരാം. ഒന്ന്, കരം കൊടുക്കേണ്ടതിന് സമയം വന്നപ്പോൾ പത്രോസ് യോജിക്കുന്നുണ്ട്, എന്ത് ചെയ്യും? ഉടനെ യേശു കർത്താവ് പറയുന്നത്, ചൂണ്ടയുമായിട്ട് പോവുക. കിട്ടുന്ന ആദ്യത്തെ മീനിൻ്റെ വായിൽ നിനക്കും, അല്ലെങ്കിൽ ചതുർദ്രമ പണമുണ്ട്, എനിക്കും നിനക്കും വേണ്ടിയത് സ്തോത്രം അടയ്ക്കാൻ പറയും. എല്ലാവരും കേൾക്കുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചുകൊണ്ടങ്ങ് പറയുക. സ്തോത്രം. ഇന്നത്തെ സാഹചര്യത്തിന് വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട്. സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഇന്നത്തെ സാഹചര്യത്തിന് നമുക്ക് വേണ്ടത് അത് ദൈവം കരുതിയിട്ടുണ്ട്. അതെവിടെയാണോ അത് വ്യക്തമായി വെളിപ്പെട്ട് വരുന്ന ഈ സമയങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം. ആവശ്യഭാരത്തോടെ, ആവശ്യബോധത്തോടെ കർത്താവിനെ നോക്കുന്ന ആരെങ്കിലും ഇത് ഈ വചനം കേൾക്കുന്നെങ്കിൽ പറയട്ടെ, നാളെയുടെ നാളുകൾക്ക് വേണ്ടി നീ അങ്ങും അലയേണ്ട വരികയില്ല. നിനക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ഇത് രാത്രി വചനത്തിലൂടെ ദൈവാത്മ വ്യക്തമായി ഇടപെടുകയാണ്. അതിനകത്ത് ഒരു തെളിവ്, ഒരു പ്രത്യേകമായ ഒരു ആഴമേറിയ ഒരു കാര്യം ഇവിടെ പറയാം. ഒരു വ്യക്തിയിൽ നിന്ന് മേടിച്ചാണ് കൊടുത്തതെങ്കിൽ, ഒരു വ്യക്തിയിൽ നിന്ന് വായ്പ വാങ്ങിയാണ് കൊടുത്തതെങ്കിൽ അത് പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കേണ്ടതാ. പക്ഷെ ഈ മത്സ്യത്തിന് ഇത് തിരികെ കൊടുക്കേണ്ട. അങ്ങനെയെങ്കിൽ വചനം വിശ്വസിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് അതൊരു പക്ഷെ തിരികെ കൊടുക്കേണ്ടാത്ത വിധത്തിൽ ഒരു ശ്രേഷ്ഠമായ വഴിയിലൂടെ ദൈവം അത് തരാൻ വിശ്വസ്തനാണ്. സ്വത്രം. അവിടെ പത്രോസിന് വേണ്ടി പറയപ്പെട്ട കാര്യത്തിന് വേണ്ടി അവിടെ ശ്രേഷ്ഠമായ ഒരു ക്രമീകരണം കർത്താവ് ഒരുക്കെങ്കിൽ യേശു കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. വിശ്വാസത്തോടെ ദൈവത്തിന് മഹത്വം കരയേറ്റുക. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ചന്ദ്രദ്രഹ്മപ്പണത്തിന്റെ കാര്യം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം നമുക്കറിയാവുന്ന ഭാഗമാണ്. അവിടെ സ്തോത്രം കാനാവിലെ കല്യാണം. ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് കർത്താവിന് നന്നായി അറിയാം എന്നുള്ളതാണ് അവിടെ ചിന്ത. യേശു കർത്താവ് അവിടെ പറഞ്ഞു, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി. സ്തോത്രം. അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊക്കെ പോയാൽ സത്യത്തിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആ കൽപ്പാത്രങ്ങളെല്ലാം നിറഞ്ഞിരിക്കേണ്ടതാണ്, അതിലെല്ലാം വെള്ളം കാണുന്നതാണ്. പക്ഷെ കർത്താവ് ഒരു കാര്യം മനസ്സിലാക്കി, ആ നിറഞ്ഞിരിക്കേണ്ടതെല്ലാം ഇത് ശൂന്യമായിരിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, വർഷങ്ങളുടെ പഴക്കവും തടക്കവും ഒക്കെ നമുക്ക് പറയാൻ കാണും. പക്ഷെ വീണ്ടും വണ്ണം നിറവ് പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് കർത്താവിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നിറയ്ക്കാൻ കഴിവുള്ള യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ശൂന്യമായിരിക്കുന്നത് എവിടെയാണോ ആ ശൂന്യതകളെ നികത്തി നിറവ് നൽകുവാൻ, അത് പത്രോസിന്റെ പടകാണെങ്കിൽ പോലും ആ നിറവ് നൽകുവാൻ യേശു കർത്താവ് വിശ്വസ്തനാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. കൽപ്പാത്രങ്ങൾ വെള്ളത്താൽ നിറയപ്പെട്ടു, അതിന് മണം വന്നു, ഗുണം വന്നു, രുചി വന്നു. സ്തോത്രം. അത് ഏറ്റവും ശ്രേഷ്ഠമായി. കാരണം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത്രയും നല്ലത് ഇത് എവിടെ കൊണ്ടേ വെച്ചിരിക്കുകയാണ്, എവിടെ വെച്ചിരിക്കുകയാണ്? സ്തോത്രം. കർത്താവ് എന്തെങ്കിലും നമുക്ക് ചെയ്താൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ ഇത് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമുക്കായുള്ള ദൈവിക കരുതൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അടുത്തതായി കാണാൻ കഴിയുന്നത് രക്തസ്രവക്കാരിയുടെ ഒരു കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43. അവിടുത്തെ കാര്യം, ആ സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോളേ തൻ്റെ ഉള്ളിൽ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഞാൻ രക്ഷപ്പെടും. എങ്ങനെ? യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലേലൊന്ന് തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. അപ്പോൾ പറഞ്ഞു വരുന്ന വാക്കുകൾ എന്താണ്? ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടും. എന്നാൽ സാഹചര്യമോ തന്നെ അങ്ങോട്ട് കയറ്റാൻ പോലും പറ്റാത്ത നിലയിലാണ് തൻ്റെ സാഹചര്യം. അവിടുത്തെ കൾച്ചർ അങ്ങനെ ഇല്ല. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും അവൾ പറഞ്ഞു വന്ന വാക്കിതാണ്, ഞാൻ രക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സാധ്യതയെ കാണുന്നില്ലെങ്കിലും പറഞ്ഞേക്കണം, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. എൻ്റെ വിഷയത്തിന് പരിഹാരം അവിടെ ഉണ്ടെന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാൽ
തിരികെ പോകുന്നത് വർഷങ്ങള് പഴക്കത്തിൽ നീ ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളുടെ മേൽ ഡെലിവറൻസോടാണ് അടങ്ങുന്നത്. സ്വത്രം അത് ഇന്ന് രാത്രി സംഭവിക്കട്ടെ. വചനമയക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാറാകട്ടെ. ഹല്ലേലൂയ. യേശുവോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവൾ വസ്ത്രത്തിന്റെ തൊകലെ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യമായി. അവൾ പറയുന്നത്, അവിടെ കാണുന്നൊരു വാക്കുണ്ട്, അവൾ താൻ ശരീരത്തിൽ സ്വസ്ഥമായി ബാധ ഒഴിഞ്ഞതുള്ള അവൾ ശരീരത്തിൽ അറിഞ്ഞത്. സ്വത്രം അറിയത്തക്കതിലെ ചില വിടുതലുകളെ ഇന്ന് രാത്രി കർത്താവ് അയക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ചോദ്യം ഇതാണ്, എന്നെ തൊട്ടതാർ, എന്നെ തൊട്ടതാർ. വേണമെങ്കിൽ കർത്താവിനവിടെ സൈലന്റ് ആയിരിക്കാൻ, അവിടെ വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആ സ്ത്രീ സത്യത്തിൽ അവിടെ സൗഖ്യം പ്രാപിച്ച് അവൾ പതുക്കെ ഇറങ്ങിയൊക്കെ പോവുമായിരുന്നു. പക്ഷെ എന്തിനാണ് യേശു അവിടെ പബ്ലിക്കാക്കിയത്? എന്നെ തൊട്ടതാര്? എല്ലാവരും പറഞ്ഞു, ഈ തിരക്കിനെന്നെ തൊട്ടതാര? എന്താ ചോദ്യമാണ്? യേശു പറഞ്ഞു, അങ്ങനല്ല. ആവശ്യബോധത്തോടുകൂടി ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. ഇതെല്ലാം സത്യത്തിൽ കർത്താവ് അറിയുന്നില്ലേ? അവിടുന്ന് പുറപ്പെട്ടത് അറിയുന്നുണ്ട്, അവള് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അറിയുന്നുണ്ട്, വന്ന് ഇടയിലൂടെ കയറി പിന്നിലൂടെ വരുന്നത് അറിയുന്നുണ്ട്, വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടതറിയുന്നു, ശക്തി പുറപ്പെട്ടതറിയുന്നു, അവൾ സൗഖ്യം പ്രാപിക്കും, ഇതെല്ലാം അറിയുന്നുണ്ട്. പക്ഷേ എന്താണ് യേശു അങ്ങനെ ചോദിക്കാൻ കാരണം? നീ രഹസ്യമായി പ്രാർത്ഥിച്ച ചില വിഷയത്തിന്മേൽ പരസ്യമായി നിനക്കൊരു വിടുതൽ നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. രഹസ്യമായി കർത്താവിനെ സമീപിച്ച വിഷയത്തിന്മേൽ പരസ്യമായി നിന്നെ ഒന്ന് മാനിപ്പാൻ, സ്തോത്രം, നീ ഇതുവരെ അനുഭവിച്ച നിന്ദയ്ക്ക് പരിഹാരം വരുത്തുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് മാത്രം ഇത് രാത്രി ആ ഭാഗത്തെക്കുറിച്ച് പറഞ്ഞവർ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ, അവസ്ഥകളെ യേശു കർത്താവ് നന്നായി അറിയുന്നു. ഇതാ ഒരു മനുഷ്യൻ യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട്, യേശു എങ്ങനെയുള്ളവരെന്ന് അറിയുവാൻ. ലൂക്കോസിന്റെ സുവിശേഷം 19:1-5 വരെ. അവിടെ 5-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു, പക്ഷെ കഴിയാത്തതിനാ മുമ്പോട്ട് ഓടിയിട്ട് അതേ ഒരു കാട്ടത്തി മരത്തിന് മുകളിൽ കയറി തന്നെ ആരും കാണരുതെന്നുള്ള അർത്ഥത്തിൽ ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കുക. എന്നാൽ യേശു ആ വഴിയായി വരുമ്പോൾ ഇവിടെങ്ങാണ്ട് ഏതോ ഒരു കാട്ടത്തിയിൽ ആരോ ഉണ്ട്. അങ്ങനെയാണോ യേശു ചോദിച്ചല്ല. സ്വത്രം. സക്കായി ഇരുന്ന കാട്ടത്തിയുടെ തൊട്ട് കീഴെ വന്നേച്ച് പറഞ്ഞു, ഒരാ സക്കായേ ഇറങ്ങി വാ. സ്തോത്രം. ഇതാണ് പേര് വിളിച്ചുള്ള ശുശ്രൂഷ ഇതുമല്ല. സ്തോത്രം. പക്ഷെ ഉള്ളതുപോലെ അറിയുന്നൊരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എവിടെ ഒളിച്ചാലും നമ്മളെ അറിയും. സ്തോത്രം. അത് ഇല കൊണ്ട് ഒളിച്ചാലും, സ്തോത്രം, എത്ര ഉയരത്തിൽ ഒളിച്ചാലും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇറങ്ങി വാ, നീ വാ. എത്ര മുകളിൽ കയറിയാലും എത്ര ഉയർച്ചയിലാണേലും നീ ഒന്ന് ഇറങ്ങി വന്നാൽ ഞാൻ നിന്റെ കൂടെ ഇന്ന് രാത്രി. സ്തോത്രം. അതുകൊണ്ട് ഏതെല്ലാം പൊസിഷൻ, സ്തോത്രം, ഏതെല്ലാം സാഹചര്യത്തിൽ നമ്മൾ ഉയർച്ച പ്രാപിച്ചാലും ഒരു താഴ്മയും ദൈവസന വിനയവും ഒരു സൗമ്യതയൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് പോകുന്ന യാത്ര ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ കൂടെ വരും. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അന്ന് രാത്രി ആ സക്കായിയോടുകൂടെ പാർക്കത്തക്ക നിലയിൽ മറ്റു കാര്യങ്ങളെല്ലാം കർത്താവ് ക്യാൻസൽ ചെയ്തെന്നാ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം എത്ര വിശ്വസ്തൻ. നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ നന്നായി അറിയുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അത് സക്കായിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അടുത്തത് ആ ഭാഗത്തുനിന്ന് ഒടുവിലായി പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം-48 വാക്യത്തിൽ കാണാൻ കഴിയുന്നു. തണ്ടു വലിച്ച് ശിഷ്യന്മാർ വലയുന്നത് യേശു കണ്ടു. എവിടെ ഇരുന്ന് കണ്ടു? ഉയർന്ന മലയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു, നിങ്ങൾ അക്കരയ്ക്ക് അല്ലെങ്കിൽ പൊക്കോളാൻ പറഞ്ഞ് അവരെ നിർബന്ധിച്ച് യേശു കർത്താവ് പടകിൽ കയറ്റി അയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് പോയി യേശു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നിടത്തിരുന്ന് കണ്ടു തൻ്റെ സഹോദരങ്ങൾ, തൻ്റെ ശിഷ്യഗണം ആ കടലിൽ, സ്തോത്രം, അവരെ കൊണ്ട് ചെയ്യാവുന്ന സകല പരിശ്രമങ്ങളും ചെയ്തിട്ട് ഒരു തുറമുഖത്തേക്ക്, ഒരു കരയെത്തിക്കുവാൻ കഴിയാതെ വണ്ണം തണ്ടു വലിച്ച് വലയുന്നത്. ആ വാക്ക് അങ്ങനെ തന്നെയാണ്. മർക്കോസ് 6:48. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവേ എങ്ങനെ കഴിയേണ്ട ഒരു കുടുംബമാണ്. ഏതാ ചിലരുടെ ഗദ്ഗതമാണ് ഞാൻ പറയുന്നത്. ഈ വീട്ടിലൊന്നും അല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, സ്തോത്രം, ഏതാ ഇങ്ങനൊന്നും അല്ലായിരുന്നു. എത്രയോ നല്ല കല്യാണാലോചന വന്നതാ. സ്തോത്രം, 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 സ്തോത്രം. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ കിടന്ന് വലയുന്നുണ്ടെങ്കിൽ വലയുന്നത് അകലെ ഇരുന്ന് കർത്താവ് കാണുന്നു എന്ന് മാത്രമല്ല, അതിന്മേലൊരു വിടുതൽ നൽകാൻ അടുത്തു വരാൻ പോവുകയാണ്. സ്തോത്രം. ഒരൊറ്റ പടക് വിളിക്കാതെ
ആ പ്രതികൂലത്തിൻ്റെ മുകളിലൂടെ നടന്ന് അതിനോടടുക്കുവാൻ തക്കോണമിടയായി തീർന്നു. രാത്രിയിലെ 4-ാം യാമം ഏകദേശം 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് 4-ാം യാമം. സാധാരണ ആ സമയത്ത് യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് ഭൂതപ്രേത പിശാചുക്കൾ മാത്രമേ ഇറങ്ങി സഞ്ചരിക്കത്തുള്ളെന്ന് അവരുടെ വിശ്വാസം. സ്തോത്രം. അതുകൊണ്ട് അവര് വളരെ വലഞ്ഞിരിക്കുന്ന സമയത്തും യേശു അടുത്ത് വന്ന് എന്ന് കണ്ടപ്പോൾ അവർ പറയും, അയ്യോ ഭൂതമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാഹചര്യങ്ങളെ അറിഞ്ഞ് നമ്മളെ സഹായിപ്പാൻ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മെ മുക്കിക്കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന പ്രതികൂലത്തെ കാൽച്ചുവട്ടിലാക്കിക്കൊണ്ട് വന്ന് അതിനെ അടക്കി തല്ലുവാൻ, അല്ലെങ്കിൽ അതിനെ നമുക്ക് വേണ്ടി അനങ്ങാതിരിക്കാനും ഒക്കെ പറയത്തക്കതിൽ അധികാരമുള്ള കർത്താവ് കൂടെ ഉണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. 4-ാം യാമത്തിൽ തൻ്റെ മക്കൾ വലയുന്നത് കണ്ട് അവരോടടുക്ക വന്ന് വിഷയത്തിന് പരിഹാരം ഒരുക്കാൻ കർത്താവ്, ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളെ അറിയുന്ന കർത്താവ്. സ്തോത്രം. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഇന്നകളെ, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ, ചന്ദ്രബ്രഹ്മപ്പണം, കൽപാത്രം, രക്തസ്രവക്കാരി, സക്കായി, തണ്ടുവലിച്ചു വലയുന്ന തൻ്റെ ശിഷ്യഗണം. ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ന് നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ യേശു കർത്താവ് നന്നായി അറിയുക മാത്രമല്ല അതിന് പരിഹാരം ഒരുക്കുന്ന കർത്താവാണ്. നാളുകളെ കുറിച്ച് നോക്കിയാൽ യോഹന്നാൻ സുവിശേഷം 6:6 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു ചരിത്രം എഴുതി വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഫിലിപ്പോസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സ്വത്രം. ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാനാ പറയുന്നത്. ഉടനെ ആകെ സ്വത്രം സംഭവം ആകെ ബുദ്ധിമുട്ടായിപ്പോയി. 200 മണത്തിന് അപ്പം വാങ്ങിയാലും ഇത് അല്പമെങ്കിലും തികയുമോ എന്നൊക്കെയുള്ള ചോദ്യം അവർ ചോദിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് കിടപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം വാക്യം, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. കർത്താവിന് മഹത്വം. സ്തോത്രം, 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 സ്തോത്രം. എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ഫിലിപ്പോസ് അറിഞ്ഞില്ല, അന്ത്രയോസ് അറിഞ്ഞില്ല, അവിടെയുള്ള ബാലകൻ അറിഞ്ഞില്ല, 5000 പേരും അറിഞ്ഞില്ല. പക്ഷെ യേശുവിന് അറിയാമായിരുന്നു വെളിപ്പെടാൻ പോകുന്ന വിടുതലിൻ്റെ കാര്യം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം അറിയുന്നില്ല നമ്മുടെ നാളുകളെക്കുറിച്ച്. പക്ഷെ നമ്മുടെ നാളുകളെക്കുറിച്ച് വ്യക്തമായി പദ്ധതികളുള്ള അറിയുന്ന ഒരു യേശു കർത്താവാണ് നമ്മൾ സേവിക്കുന്ന കർത്താവ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവിടെ പ്രശ്നത്തിന് പരിഹാരം യേശു കർത്താവ് വരുത്തുവാനിടയായി. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം 50-ാമത്തെ വാക്യം. സ്തോത്രം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഏകജാതനായൊരു മകൻ, അല്ലെങ്കിൽ ആ ഒരു മകൻ മരിപ്പാറായി അതിനെ ഇട്ടിട്ട് അപ്പം വന്നിരിക്കുക യായിറോസ് യേശുവിൻ്റെ അടുക്കൽ സൗഖ്യമാക്കണം, മകൻ മരിച്ചു പോകും, ഓടി വരണം, രക്ഷപ്പെടുത്തണമെന്നൊക്കെ. യേശു കർത്താവ് ആ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ ആ വീട്ടിൽ നിന്ന് ചിലർ വന്നേച്ച് പറയുക, ഇനിയിപ്പം ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട. ഏതാ വാക്യം? ലൂക്കോസിന്റെ സുവിശേഷം 8:50. ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട, എല്ലാം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ എന്തിനാ? യേശുവിൻ്റെ റിപ്ലൈ എന്നാണെന്നറിയാമോ? ഇവരും പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എങ്കിൽ അവൾ രക്ഷപ്പെടും. കർത്താവിന് മഹത്വം കരയറ്റാൻ കഴിയുമോ? സ്വതന്ത്ര. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നുള്ളത് നീ ഭാരപ്പെടണ്ട, നീ എന്നിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എങ്കിൽ അവൾ രക്ഷപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സാധ്യത ഇല്ലാത്തടത്ത് യേശുക്രിസ്തുവിനുള്ള ആഴമേറിയ വിശ്വാസത്താൽ മരിച്ചത് പോലും ഉയർത്തെഴുന്നേക്കും. റോമാലേഖനം 4-ാം 17-ാമത്തെ വാക്യം. റോമാലേഖനം 4-ാം 17-ാമത്തെ വാക്യം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമേ, ദൈവത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അബ്രഹാം പറയും, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്തൊരു ദൈവമായ ദൈവം. എത്ര പേർക്ക് അത് പറയാൻ കഴിയുമെന്ന് സാക്ഷ്യമായിട്ട്? സ്വത്രം. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്തൊരു ദൈവമായ ദൈവം. ഇവിടെ യേശു ആ യായിറോസിനോട് പറയുന്നു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എങ്കിൽ അവൾ രക്ഷപ്പെടും. അതായത് നാളുകളെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് അറിയാം, അവൾ രക്ഷപ്പെടുമെന്ന്. സ്വത്രം. അടുത്തത് ഒടുവിലായി പറയട്ടെ, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. ലാസർ, നമ്മുടെ പ്രിയ സഹോദരൻ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു. സ്തോത്രം. ഇനി അടക്കമെല്ലാം കഴിഞ്ഞില്ലേ, ഒന്ന് പോയി കണ്ടേച്ച് ആശ്വസിപ്പിച്ചേച്ച് വരാമെന്നല്ല പറഞ്ഞത്. സ്തോത്രം. യു ഹാവ് ടേൺ മൈ മോർണിംഗ് ഇൻ ടു ഡാൻസിങ്. സ്തോത്രം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തരും. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഇന്നത്തെ നമ്മുടെ വിലാപത്തിൻ്റെ അവസ്ഥകൾ, ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങൾ, കടന്നു പോകുന്ന പ്രതിസന്ധികൾ, അതിൻ്റെ ആഴങ്ങൾ, അവയൊക്കെ ഒരു പരിഹാരം നൽകുവാൻ യേശു കർത്താവ് നിന്റെ ചാരത്തുണ്ട്. സ്തോത്രം.
എത്ര അകന്നു നിന്നാലും 4 ദിവസം കഴിഞ്ഞാലും മാനുഷികമായ രീതിയിൽ നാറ്റം വെച്ചെന്നൊക്കെ വാക്കുകൾ പറഞ്ഞാൽ നാറ്റം പിടിച്ചൊരു ലാസറിനെ അല്ല നീ കാണാൻ പോകുന്നത്. ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ള വിടുതൽ പ്രാപിച്ച, ഭക്ഷണം കഴിക്കുന്ന, സംസാരിക്കുന്ന, സഹോദരിമാരോട് കൂടെ പോകുന്ന, സ്വത്രം വളരെ ആക്റ്റീവായ ഒരു ലാസറിനെ ഇതാ പുറത്തു വരാൻ പോകുക. സ്വത്രം ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു എന്ന് നമ്മൾ വായിക്കുന്നത് എന്താണ്? നാളെയുടെ നാളുകളിൽ അഥവാ അടുത്ത നിമിഷങ്ങളിൽ ഫ്യൂച്ചർ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കർത്താവിന് നന്നായി അറിയാം. അങ്ങനെയെങ്കിൽ സ്വത്രം വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നുകൊള്ളട്ടെ. നമ്മൾ ഇത്രയും ചിന്തിച്ചത് ഇന്നലകളെ കുറിച്ച് കർത്താവിന് നന്നായി അറിയാം. നമ്മുടെ ഇന്നുകളെ കുറിച്ച്, ടുഡേ പ്രസന്റ് സിറ്റുവേഷൻ യേശു കർത്താവിന് നന്നായി അറിയാം. മൂന്നാമത്തത് നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ നാളുകളെ കുറിച്ചും യേശു കർത്താവിന് നന്നായി അറിയാം. സന്തോഷത്തോടെ കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തെ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും എന്ന് പറഞ്ഞു വെച്ചാൽ എന്നാൽ എല്ലാവരും വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞ് യേശു വിടുവല്ല ചെയ്തത്. നാളെയുടെ നാളുകളിൽ തളർന്നു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് ഇന്നേ പരിഹാരം വരുത്തുവാൻ യേശു കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നാളെയുടെ നാളുകളിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് മുന്നമേ അറിഞ്ഞിട്ട് അതിന് ഇന്നേ പരിഹാരം ഒരുക്കുവാൻ യേശു കർത്താവിന് കഴിഞ്ഞെങ്കിൽ ആ പുരുഷാരം മുഴുവൻ തിന്ന് തൃപ്തിയാകത്തക്കവണ്ണം അവരുടെ പ്രശ്നത്തിന് പരിഹാരം അവിടെ ഒരുക്കിയെങ്കിൽ ഇപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്ന യാത്ര നിങ്ങളൊന്ന് കണ്ടേ. അവര് സ്വത്രം വയറ് നിറഞ്ഞ് തൃപ്തരായി സന്തോഷത്തോടെ ഇനി എത്ര ദൂരം ഏലിയാവര് പോക്ക് പോയി 40 രാവും 40 പകലും അല്ലേ? കർത്താവ് വല്ലതും തന്നാലുണ്ടല്ലോ. സ്വത്രം. അത് അബ്രഹാം ഇസ്മായേലിനും ഹാഗാറിനും വേണ്ടി കൊടുത്തതുപോലല്ല. അത് ഒരു ദിവസം തികച്ചില്ല, അതിനു മുമ്പേ അതെല്ലാം തീർന്നു. സ്വത്രം. എന്നാൽ അവിടെ ദൈവം കരുതിയ ഒരു കരുതലുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ഉള്ളവർക്കറിയാം. ഇന്നും ആ ഉറവ അവിടെ ഒഴുകുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സംസം എന്നുള്ള പേരിട്ടുകൊണ്ട്. സ്വത്രം. അപ്പോൾ ദൈവം ഒരു നന്മ തുറന്നാൽ അത് അബ്രഹാം തരുന്നത് പോലല്ല. തൻ്റെ വീട്ടിൽ 318 അഭ്യാസികളുണ്ട്. അവർക്ക് കഴിക്കാൻ വല്ലതും വേണോ? സ്വത്രം. പക്ഷേ സ്വന്തം രക്തത്തിൽ പറഞ്ഞേര് കൊടുത്തത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ മറ്റൊരു വശമാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിലുള്ളത് കരുതലും ഈ ലോകത്തിൻ്റെതൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ നിനക്ക് വേണ്ടി കർത്താവ് കരുതുന്നത് അത് എത്ര ശ്രേഷ്ഠമാണ്. അതിൻ്റെ ആഴമെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് മഹത്വം കരേറ്റാൻ കഴിയട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഇന്നലകളെ കുറിച്ചറിയാം, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളെ അറിയാം, നാളെകളെ കുറിച്ച് അറിയുക മാത്രമല്ല നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന തളർച്ചകളെ ക്ഷീണങ്ങളെ മനസ്സിലാക്കി അതിനിന്നേ പരിഹാരം ഒരുക്കുവാൻ യേശു കർത്താവിന് കഴിയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കും. ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹീത ദൈവവചനത്തിനായി സ്തോത്രം. യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നേക്കും അനന്യനാകുന്നു. ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവ് നാഥനുമായി സ്വീകരിച്ച യേശു ക്രിസ്തുവിന്റെ ആ വരവെങ്കിൽ കർത്താവിന്റെ സലയിൽ എടുക്കപ്പെടുവാൻ തക്കോട് ഒരുക്കമുള്ള വിശുദ്ധ ജീവിതം നയിപ്പാൻ, പ്രത്യാശയോട് ഓരോ നിമിഷവും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ. ഈ ലോകത്തിലുള്ളതിനെയല്ല ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിപ്പാൻ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ ദൈവിക കരുതലുകളെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്നത്തെ ഞങ്ങളുടെ ആകുലതകളെ അതേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇട്ട് അതേ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലകളെയും അവൻ്റെ മേലിട്ടുകൊള്ളുവീന്നുള്ള വചനപ്രകാരം ഇന്നനുഭവിക്കുന്ന എല്ലാ ടെൻഷനുകളും മാനസിക പിരിമുറുക്കങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിലേക്ക് അതേ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് വിടുതലോടുകൂടെ ദൈവപ്രവൃത്തി കാണുവാൻ വചനം കേട്ട ഏവരെയും സഹായിക്കേണ്ടതായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നന്മയായിരിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അവിടുത്തെ കരുതലിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.